പ്രിയപ്പെട്ട ചില ആളുകളെ സന്ദർശിക്കാൻ അവർ സമയം കണ്ടെത്തില്ല. എക്സ്ക്യൂസാണ്. നേരത്തെ പറഞ്ഞതുപോലെ തിരക്കോട് തിരക്കപ്പ എന്ന് പറയുന്ന രീതി. വല്ലാത്ത തിരക്കിപ്പെട്ട് നമ്മൾ ബന്ധങ്ങൾ പോലും ശിഥിലമാക്കി മാറ്റിക്കളയും. അടുത്തത്, ജീവിതശൈലിക്ക് മാറ്റം വരുത്താനായിട്ടും അവർ എക്സ്ക്യൂസ് പറയും. ചില നല്ല ശീലം തുടങ്ങാനായിട്ട് അവർ എക്സ്ക്യൂസ് പറയും. ചീത്തശീലം മാറ്റുന്നതിന് എക്സ്ക്യൂസ് പറയും. എന്തുകൊണ്ട് മദ്യപാനം എന്ന ചീത്തശീലം ഞാൻ മാറ്റുന്നില്ല, അതിന് ആരോഗ്യപരമായ കാരണങ്ങൾ വരെ ചിലർ പറഞ്ഞുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുന്ന ചില ശീലം നല്ലതല്ല, പക്ഷെ അത് മാറ്റാതിരിക്കുന്നതിന് നമ്മൾ 100 കാരണങ്ങൾ കണ്ടെത്തും. ഇനി നല്ല ശീലം തുടങ്ങുന്നതിന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്തും. അടുത്ത കാലത്തൊരു സുഹൃത്തിനോട് പറഞ്ഞു, രാവിലെ നടക്കാൻ പോകണമെന്നുണ്ട്, പക്ഷേ ഇപ്പോൾ തെരുവ് നായകളുടെ ശല്യം വളരെ കൂടുതലാണല്ലോ, അതുകൊണ്ട് നടക്കാൻ പോകുന്നില്ല. തെരുവ് നായകളൊക്കെ ചത്തതിന് ശേഷമായിരിക്കും നിങ്ങളിനി മോർണിംഗ് വാക്ക് ആരംഭിക്കുക. അല്ലെങ്കിൽ എനിക്ക് നന്നായിട്ട് എക്സർസൈസൊക്കെ ചെയ്ത് ഭക്ഷണം ഒന്ന് നിയന്ത്രിച്ച് നല്ല ബോഡിയോടുകൂടി ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ചെറിയ ജീവിതമല്ലേ, ആസ്വദിക്കേണ്ട ജീവിതമല്ലേ. ആസ്വദിക്കണമെന്ന് ആര് പറഞ്ഞു? ക്രമത്തിലാണെങ്കിൽ മിതത്വത്തിലാണെങ്കിൽ എല്ലാത്തിനും ആസ്വാദ്യത കൂടുകയല്ലേ. ഇനി പ്രാർത്ഥന മാറ്റിവെക്കാൻ എന്തെല്ലാം കാരണങ്ങളാണ് ചില ആളുകൾ പറയുക. 100 കാരണങ്ങൾ കൊണ്ട് പ്രാർത്ഥന മുഴുവൻ മാറ്റിവെക്കും. ഇനി ജീവിക്കുന്നതിന് തന്നെ എക്സ്ക്യൂസ് കണ്ടെത്തുന്നവരുണ്ട്. ആത്മാർത്ഥമായി ജീവിക്കുന്നതിന് വരെ എക്സ്ക്യൂസ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആത്മാർത്ഥമായി സ്നേഹിക്കുന്നതിന് അവർ എക്സ്ക്യൂസ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരാളെയും വിശ്വസിക്കാൻ പാടില്ല. ഇന്നത്തെ കാലത്ത് നല്ല ബന്ധങ്ങളൊന്നും സ്ഥാപിക്കാൻ പാടില്ല. റിലയബിളല്ല ആളുകൾ, സ്നേഹിക്കപ്പെടാൻ അർഹരല്ല ആളുകൾ. ഒരാളെയും നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ല. കണ്ണടച്ച് വിശ്വസിക്കേണ്ട, പക്ഷേ വിശ്വസിക്കാമല്ലോ. ഒരാളെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കേണ്ട, ഹൃദയത്തിലേക്ക് പിന്നെ ആരെയാണ് നിങ്ങൾ സ്വീകരിക്കാൻ പോകുന്നത്? നിങ്ങൾ മാത്രം നിറഞ്ഞിരിക്കുകയല്ലേ. അപ്പോൾ എക്സ്ക്യൂസ് നമ്മൾ അനുദിന ജീവിതത്തിൽ ധാരാളമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.